സോ വെൽക്കം ബാക്ക് യൂട്യൂബ്. നമ്മളിന്ന് ആക്ച്വലി ഒരു റൈഡല്ല, പക്ഷെ നമ്മളൊരു വർക്ക് പേർപ്പസിന് പോവാണ്. അതിന് ആക്ച്വലി ഞാൻ ഒരു ദിവസം ബത്തേരിയിലുണ്ടാവും. അതായത് ഇന്ന് അവിടെ സ്റ്റേ ആയിരിക്കും. നമ്മളെ ബത്തേരി മിൻറ്റ് മോൾ എന്ന് പറഞ്ഞൊരു മോളിലുണ്ട്. അപ്പം അവിടെ ഹോണ്ടയുടെ ഒരു ഇവൻറ്റ് ജസ്റ്റ് വണ്ടി ഷോക്കേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആൾക്കാരൊന്ന് അറിയിക്കാൻ ഇങ്ങനൊരു വണ്ടി വന്നിട്ടുണ്ടെന്ന് ആ ഒരു പരിപാടി. അപ്പം അതിനുവേണ്ടി പോവാണ്. സോ എന്തായാലും പോവല്ലേ, ഗോപ്രോ ഒക്കെ എടുത്തിട്ട് ചുമ്മാ ഒരു വ്ളോഗൊക്കെ വിചാരിച്ച്. അയ്യോ ചേട്ടാ ഫുഡ് വേണ്ട, കാശില്ല. അപ്പോൾ ഓക്കെ. അപ്പം എന്തായാലും നമുക്ക് വണ്ടിയുടെ മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി 4 ബാർ ഫ്യൂവൽ കാണിക്കുന്നുണ്ട്. പിന്നെ ടോട്ടൽ റേഞ്ച് കാണിക്കുന്നത് 375 ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ എക്കണോമിയിലാണ് പോണത്. അധികം പവറൊന്നും കൊടുക്കാൻ എനിക്ക് ഇതിൻ്റെ അകത്ത് തോന്നുന്നില്ല. കാരണം ഇത് അങ്ങനെ എൻജോയ് ചെയ്ത് ഓടിക്കേണ്ട ഒരു വണ്ടിയാണ്. എഞ്ചിനൊക്കെ സെയിം നമ്മുടെ ഹൈനസിൻ്റെ എഞ്ചിനൊക്കെ തന്നെയാണ്. സീറ്റിംഗ് പൊസിഷനും ആ ഒരു എന്താ പറയുക ഇരിക്കുന്ന രീതിയൊക്കെ ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. എത്ര മണി 7 സംതിങ് ആയിട്ടുണ്ടാവും. സൂര്യേട്ടനൊക്കെ വന്നു തുടങ്ങി. എന്തായാലും നമ്മളിനി നെക്സ്റ്റ് സ്റ്റോപ്പ് അറിയാലോ, ചുരം ടീ സ്റ്റോളിൻ്റെ അവിടെ നമ്മൾ നിർത്തും, ഒരു ചായ അടിക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഡയറക്റ്റ് ഒറ്റപ്പോക്ക് ബത്തേരിക്ക്. അതാണ് കറൻ്റ്ലി പ്ലാൻ. ഒരു കാറിൻ്റെ ഒക്കെ ഒരു ഹോണാണ് വണ്ടിക്ക്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക മാസീവ്. അല്ല എന്താ എന്നെ സാൻഡ്വിച്ച് ആക്കാനുള്ള പരിപാടിയാണോ ചേട്ടാ? ഗോപ്രോയിൽ കാണുമ്പോൾ അത്ര അഗ്രസീവ്നെസ് തോന്നൂല കേട്ടോ. എനിക്ക് തോന്നുന്നു അത് വൈഡ് ആംഗിളിൻ്റെ ഒരു ടാക്ടിക്സ് ആണെന്ന് തോന്നുന്നു. കാരണം വൈഡ് ആംഗിൾ നമുക്ക് എടുത്തുകൂടെ വണ്ടി വന്നാലും ഗോപ്രോൻ്റെ അത് അത്ര ഒരു എഫക്റ്റായിട്ട് തോന്നില്ല. അതുപോലെ തന്നെ സ്റ്റീപ്സ് ലൈക്ക് ഹെവി ആയിട്ടുള്ള കയറ്റങ്ങളും ഹെവി ആയിട്ടുള്ള ഇറക്കങ്ങളും കണ്ടാലും ഗോപ്രോയിൽ അങ്ങനെ അറിയില്ല. അതൊക്കെ ഞാൻ തന്നെ അനുഭവിക്കണം എന്നൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ കുന്നമംഗലം എത്തി, വളരെ പെട്ടെന്ന് എത്തി. ഷെറ്റപ്പടേന്ന് പറഞ്ഞെത്തി. നേരത്തെ 390 സംതിങ് ആയിരുന്നു, 70 സംതിങ് ആയിരുന്നു കാണിച്ചത് ടോട്ടൽ റേഞ്ച്. ഇപ്പോൾ അതേ പെട്രോൾ തന്നെയാണ് 469 കാണിക്കുന്നുണ്ട്. അതാണ് അധികം റഫായിട്ട് ഓടിക്കാതെ കറക്റ്റ് ടൈമിന് ഗിയർ മാറ്റി കഴിഞ്ഞാലുള്ള റിവാർഡ് ഫ്രം യുവർ മോട്ടോർ സൈക്കിൾ. ഇതിപ്പോൾ ഈ വണ്ടി എന്നല്ല, ഏത് വണ്ടിയാണെങ്കിലും മര്യാദയ്ക്ക് ഓടിച്ചാൽ നല്ല മൈലേജ് കിട്ടും. വണ്ടീൻ്റെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെയിം ആസ് ഹൈനസ് ആണ്. വേറൊരു ഡിഫറൻസ് ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ക്വയറ്റ് സ്മൂത്തായിട്ട് എല്ലാം ഡാബ് ചെയ്തെടുക്കും. ഹെവി ആയിട്ടുള്ളൊരു ഫോളൊക്കെ വീഴുമ്പോൾ നമ്മളൊന്നും അറിയും, സീറ്റ്സിൻ്റെ ഭാഗത്ത് അറിയാം ആക്ച്വലി. പക്ഷേ ഹാൻഡിലിൻ്റെ ഭാഗത്തൊക്കെ ലിറ്ററലി ഇങ്ങനെ ഫ്ലോട്ടായിട്ടാണ് പോവുക. അതുകൊണ്ട് സസ്പെൻഷൻ വലിയ സീനൊന്നുമില്ല. ഇങ്ങനത്തെ അൺഈവൻ റോഡ്സിനൊന്നും വലിയ സീനൊന്നുമില്ല. നമ്മൾ കൂളായിട്ട് ഓടിച്ച് പോവാം. പോണ വഴി ഒരു ചെറിയൊരു സ്ഥലം കണ്ട്. ഇത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചു. ഏകദേശം നമ്മൾ ചുരം എത്താനാവുന്നതിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. ഇത് അധികം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. I'll show you something. Look at this. മോഡല്ലേ ഒരു കൊച്ചു പാലം. വെള്ളം അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കിടക്കുന്നു. അധികം ആരും വരാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ ഭാഗത്തൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇവിടെ ഇങ്ങനെ ഇറങ്ങി പോവാം, അവിടെ വരെ നിൽക്കാം. ഞാൻ ഇറക്കുന്നില്ല, നമ്മളെ വണ്ടി കയറ്റാൻ പറ്റില്ല എന്ന് തോന്നുന്നു. എക്സ്പൾസൊക്കെ കയറ്റാൻ കേട്ടോ. അവിടെ സ്റ്റെപ്പാണ്, നോക്കട്ടെ. സ്റ്റെപ്പായിരിക്കണം മിക്കവാറും. സ്റ്റെപ്പാ. വണ്ടി കയറ്റാൻ പറ്റില്ല. നമുക്കെന്തായാലും പോവാം, ലേറ്റ് ആക്കണ്ട. ജസ്റ്റ് ഒന്ന് നിന്നേ ഉള്ളൂ. അടിപൊളി കോണേഴ്സൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ നമുക്ക് RS ഒക്കെ ചരിക്കുന്ന മാതിരി CB350 ചരിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ഫുഡ് പ്ലഗ് തട്ടും, അടിയിൽ പെട്ടെന്ന് തട്ടും. അപ്പോൾ അതുകൊണ്ട് വല്ലാത്തൊരു കോർണറിങ് ഒന്നും ഇതിൻ്റെ അകത്ത് നടക്കില്ല. എന്നാലും അത്യാവശ്യം ഒന്ന് ചരിച്ചൊക്കെ എടുക്കാം. ഓ ചുരത്തിൽ ഫുള്ള് ഇങ്ങനെ റോഡിൽ ഇലയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ മൂടൊക്കെ റോഡിൻ്റെ മേലെ മൊത്തം ഇല. ഒരു നല്ല അടിപൊളി കാറ്റൊക്കെ അങ്ങ് അടിക്കും. അപ്പം വേറെ തന്നെ മൂടാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകാൻ. പക്ഷെ വൈസറിട്ട് പോയി കഴിഞ്ഞാൽ കണ്ണിലോട്ട് പൊടി കയറി പണ്ടാരടക്കും കേട്ടോ. അതുകൊണ്ട് വൈസർ താത്തി ചില്ല് ചെയ്ത് ഇങ്ങനെ ഓടിക്കുക. എൻജോയ് ദ റോഡ്സ്. നമ്മളെ ടീ സ്റ്റോളെത്തി. നമുക്ക് അവിടെ കയറി ഒരു ടീ അടിക്കണം. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. സോ ടീ അടിക്കുന്നു. പിന്നെ നേരെ ബത്തേരി. അതിന് മുന്നേ ഒരു ഒറ്റ സ്പോട്ടോടെ സ്റ്റോപ്പ് ചെയ്യണം. അവിടെ നിന്ന് എന്താ പറയുക നമുക്കൊരു പിക്ക് എടുക്കണം. നൈസായിട്ട് ഇവിടെ ചേർത്താം. ഇടിയില്ലായിരിക്കില്ലേ ചേട്ടാ? ഒരു ചായ. ഇന്നിവിടെ അധികം തിരക്കില്ല. സ്വതവേ ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ബൈക്ക് ഈസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ആൻഡ് ദ വ്യൂ ഈസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. ഒരു ചായം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സും വിൽ ബി ബ്യൂട്ടിഫുൾ. എന്ത് തേങ്ങ ഞാനീ പറയണേ. നല്ലൊരു ക്ലൈമറ്റ്, ഭയങ്കര പ്ലസൻറ്റ് ഫീല്. എൻ്റെ മോനെ വണ്ടീൻ്റെ രസമോടെ കാണാൻ. 187 ഇതിനാ കൂടുതൽ, പക്ഷെ അറിയില്ല.
അങ്ങനെ. നമ്മൾ കാലിക്കറ്റായിരുന്നു, കോഴിക്കോട് വെസ്റ്റിൽ. യൂട്യൂബ് പരിപാടി ഉണ്ട് ചെറിയ. ആ അങ്ങനെ പോകുന്ന സമയത്ത് എടുത്തോണ്ട്. ഇന്ത്യൻ ഡ്യൂഡ് എന്നാണ് പേര്. ഇന്ത്യൻ ഡ്യൂഡ്. മോസ്റ്റ്ലി ഇതുപോലെ നേച്ചർ, മല കയറുക, കാട് കയറുക, പരിപാടിയൊക്കെ തന്നെ. ഓക്കെ, ആകാശ്. അപ്പം വണ്ടി മൂപ്പർക്ക് ഇഷ്ടമായി. ഹോണ്ടയുടെ പുതിയ വണ്ടി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും ഹെവി ആയിട്ട് പ്രതീക്ഷിച്ചില്ല. അപ്പം ഒരു ചായയും നമ്മളെ വണ്ടിയും വ്യൂവും. അധികമായിട്ടില്ല, അവർ മാത്രമേ ഉള്ളൂ. വീണ്ടും ആൾ വരുന്നുണ്ട്. അതിന് മുന്നേ ചായ കുടിച്ച് എൻജോയ് ചെയ്യാം. ഒരു ചായയൊക്കെ കുടിച്ച് നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. വണ്ടി ഇവിടെ നിർത്തി കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. നല്ല ക്ലൈമറ്റാണ്, വെയിൽ വരുന്നുണ്ട്, പക്ഷെ അധികം ചൂടൊന്നും അടിക്കുന്നില്ല. ഇപ്പോൾ ക്യാമറ നോക്കിയപ്പോൾ ആണ് കണ്ടത്, ക്യാമറൻ്റെ മേലെ എന്തോ കാര്യമായിട്ട് തെറിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ക്ലിപ്സിൻ്റെ മേലെ അതൊക്കെ ഉണ്ടാവും. ഞാനിവിടെ നിന്ന് തെറിക്കട്ടെ. ഇനി നേരെ കൽപ്പറ്റ ഹോണ്ടയിലൊന്ന് നിർത്തണം, അവിടെ നിന്ന് എന്തോ എടുക്കാണ്ടെന്ന് പറഞ്ഞാൽ. എന്നിട്ട് നേരെ ബത്തേരി. ലെറ്റ്സ് ഗോ. Another one took my ratchet, I got me another gun. Doing problems ain't shit that I'm running from. Still can spin on your block and start punching son. Hold on, wait, stop it.